മറ്റൊരു കസ്റ്റഡി മരണമെന്ന ആരോപണം കൂടി സംസ്ഥാനത്ത് വലിയ ചർച്ചയാവുകയാണ്. കുണ്ടറയിൽ പോലീസ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച സിയാദിന്റെ മരണം ജില്ലാ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. ഹൃദയത്തിന് പറ്റിയ അണുബാധയാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിവരങ്ങൾ. സിയാദിന്റെ ശരീരത്തിൽ എവിടെയും ആഴത്തിലുള്ള മുറിവുകളില്ല എന്നതും പോലീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാൽ പോലീസിന്റെ ഈ വാദങ്ങളെല്ലാം പൊളിയുകയാണ് പരാതിക്കാരിയായ പെൺകുട്ടിയുടെ തുറന്ന പറച്ചിലൂടെ. വെറും സംശയത്തിന്റെ പേരിൽ കസ്റ്റഡിയിലെടുത്ത സിയാദിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യമാണ് ഉയരുന്നത്. സിയാദിന്റെ അയൽവാസിയിലും 7ാം ക്ലാസ് വിദ്യാർത്ഥികളുമായ 2 കുട്ടികളെ കഴിഞ്ഞ ജൂൺ 16 കാണാതായതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം. പോലീസ് അന്വേഷിക്കാനെത്തിയപ്പോൾ സിയാദിനെതിരെ ഒരു കുട്ടിയുടെ സഹോദരി മൊഴി നൽകി. ജൂൺ 16 രാത്രി ഭാര്യയുടെയും മക്കളുടെയും മുന്നിൽ വെച്ചാണ് സിയാദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സിയാദിനെ വിട്ടുകിട്ടാൻ ഭാര്യയും മക്കളും ജൂൺ 17 പുലർച്ചെ വരെ പോലീസ് സ്റ്റേഷനിൽ കാത്തിരുന്നു. കാണാനില്ലെന്ന് കരുതിയ കുട്ടികൾ പിറ്റേന്ന് രാവിലെ മടങ്ങിയെത്തിയപ്പോഴാണ് സിയാദിനെ പോലീസ് വിട്ടയച്ചത്. തന്നെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചതായി ഭാര്യയോടും സുഹൃത്തിനോടും സിയാദ് പറഞ്ഞിരുന്നു. കുണ്ടറ കൊല്ലം റൂട്ടിലെ ബസിന്റെ ഡ്രൈവറായിരുന്നു സിയാദ്. പിന്നീട് ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് ഈ മാസം 2 സിയാദ് കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. രോഗം മൂർച്ഛിച്ചതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോയി. ചികിത്സയിലിരിക്കെയാണ് സിയാദ് മരിച്ചത്. സിയാദിനെ പോലീസ് മർദ്ദിച്ചതായി ആരോപിക്കുന്ന ശബ്ദ സന്ദേശം കഴിഞ്ഞ ദിവസം പ്രചരിച്ചതോടെയാണ് കസ്റ്റഡി മർദ്ദനം മൂലമുള്ള മരണമെന്ന ആരോപണം ശക്തമായത്. സിയാദിന്റെ മകൾ ആരോപണ വിധേയനായ പോലീസുകാരനുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിന്റെ ഓഡിയോ ആണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്നത്. സിയാദിന് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളുള്ള കാര്യം മുൻകൂട്ടി അറിയിച്ചിട്ടും പോലീസ് മൃഗീയമായി മർദ്ദിക്കുകയായിരുന്നു എന്നായിരുന്നു ഈ സംഭാഷണത്തിൽ പറയുന്നത്. സിയാദിനെ കസ്റ്റഡിയിലെടുക്കാനെത്തിയ SI അതുൽ വസന്ത്, CPO S ശ്രീജിത്ത് എന്നിവർ ജീപ്പിൽ വെച്ച് മർദ്ദിച്ചു എന്നായിരുന്നു ഈ ശബ്ദ സന്ദേശം. ആരോപണം പോലീസ് നിഷേധിച്ചു. കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ച് 38 ദിവസങ്ങൾക്ക് ശേഷമാണ് മരണം സംഭവിക്കുന്നത് എന്നതാണ് പോലീസ് ചൂണ്ടിക്കാട്ടിയത്. ആശുപത്രികളിലെ ചികിത്സയിലോ പോസ്റ്റ്മോർട്ടത്തിലോ മർദ്ദനമേറ്റതിന്റെ സൂചനകളില്ല എന്നും മഞ്ഞപ്പിത്തം മൂർച്ഛിച്ചതും ശ്വാസകോശത്തിൽ നീർക്കെട്ടുണ്ടായതുമാണ് മരണകാരണമെന്നും പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി പോലീസ് വിശദീകരിച്ചു. പോലീസിന്റെ ഈ വാദങ്ങളെല്ലാം പൊളിയുകയാണ് പരാതിക്കാരിയായ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലോടെ. മരിച്ച സിയാദിനെ പോലീസ് മർദ്ദിച്ചെന്ന് സ്ഥിരീകരിച്ചാണ് പരാതിക്കാരിയായ പെൺകുട്ടി രംഗത്ത് വന്നത്. കുണ്ടറ പോലീസ് സ്റ്റേഷനിലെ കോൺസ്റ്റബിൾ ശ്രീജിത്താണ് മർദ്ദിച്ചതെന്ന് ഈ പെൺകുട്ടി പറയുന്നു. ജീപ്പിൽ കയറ്റിയതിന് പിന്നാലെയായിരുന്നു മർദ്ദനമെന്നും സിയാദിനെ മർദ്ദിക്കുമ്പോൾ താനും ജീപ്പിലുണ്ടായിരുന്നു എന്നുമാണ് പരാതിക്കാരിയായ പെൺകുട്ടി പറയുന്നത്. പരാതിക്കാരിയായ പെൺകുട്ടി തന്നെ ഈ തുറന്നു പറച്ചിൽ നടത്തുമ്പോൾ അത് വളരെ ഗൗരവമുള്ളതാണ്. ആ പെൺകുട്ടി പറയുന്നത് കേൾക്കാം. കൈയുണ്ട്. എവിടെ വെച്ചു? എവിടെ അടിച്ച ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. അടിക്കുന്ന ഞാൻ കണ്ടതാ. ഞാനും ശ്രീജി സാറും അതുൽ സാറും പിന്നെ ഒരു ഡ്രൈവറും, വേറെ ആരും ഇല്ല. 12 മണി. മോളെ ഇവിടെ കൂട്ടിക്കൊണ്ട് പോകുന്ന ആരായിരുന്നു? ഇവിടെ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. അല്ല, അവിടുന്ന് വണ്ടിക്കകത്ത് പോലീസുകാർ തന്നെ ആ സമയത്ത് വനിതാ പോലീസുകാരും കൂടെ വന്നിട്ടില്ല? ഇല്ല. ഓക്കെ. ഈ അതുൽ സാർ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്? അതുൽ സാറാണോ വണ്ടി കയറാൻ പറയുന്നത്? ശ്രീജി സാറും കൂടിയാ പറഞ്ഞേ കേറ് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ കയ്യിരുന്ന എല്ലാം അമ്മയുടെ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ വണ്ടി. അതുൽ സാർ യൂണിഫോമിലായിരുന്നു? അല്ല, കളറിലായിരുന്നു. ഇതിനകത്ത് യൂണിഫോം അല്ല, കളറായിരുന്നു. അതുൽ സാറ്. ശ്രീജി സാറ് യൂണിഫോമിലായിരുന്നു. ഓക്കെ. അപ്പൊ ഈ മർദ്ദിച്ചിട്ട് ശേഷം സ്റ്റേഷനിൽ കൊണ്ടുപോകുമ്പോഴെന്തായിരുന്നു സിയാദ് പറയുന്നത്? എന്തായിരുന്നു സിയാദ് പറയുന്നത്? അപ്പോഴും സിയാദ് പറയുന്നത് സിയാദിന് വയ്യാന്നുള്ള കാര്യം സിയാദ് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊന്നും അങ്ങനെ ഇടിക്കല്ലേ സാർ, അടിക്കുന്ന എന്തിനാണ് ആദ്യമേ ചോദിച്ചു സിയാദ്. അപ്പോഴേ സാറിങ്ങനെ പറഞ്ഞ കൊച്ചിനെ കാണുന്നില്ല, നിനക്ക് ഇത് അവനെവിടെ പോയെന്ന് അറിയെങ്കിൽ പറ, അങ്ങനെ ഓരോന്ന് ഇങ്ങനെ സാറ് ചോദിച്ചുകൊണ്ടിരുന്നിട്ടാ അടിച്ചത്. അതുമല്ല, അത് കഴിഞ്ഞിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യം അവന്റെ പറ്റി അറിഞ്ഞ ഓരോ കാര്യങ്ങൾ സിയാന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുക. എല്ലായിടത്തും ചോദിക്കുന്നുണ്ട്, പൊതുവെ അവനെ പറ്റി അറിയാവുന്ന എല്ലായിടത്തും ചോദിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ സിയാന്റെ അടുത്തും ചോദിച്ചത്. വിഷമം തോന്നി അതോ? എന്നുവെച്ചാൽ എനിക്ക് അങ്ങനെ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഇവരോട് പോലും സിയാന്റെ പേരും പറഞ്ഞ് വഴക്കിട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ സിയാനെ അടിക്കണമെന്ന് ഞാൻ ശ്രീസാറിന്റെ അടുത്ത് പറഞ്ഞിട്ടേ ഇല്ല. ശ്രീസാർ പറയുന്ന പറഞ്ഞാൽ ഞാൻ അച്ഛനെ അടിക്കരുത്, എന്റെ അച്ഛനെ അടിക്കരുത്, ശ്രീസാറിനെ അടിക്കണം, അല്ല സിയാനെ അടിക്കണമെന്ന് പറഞ്ഞെന്നാ പറയുന്നത്. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അതുപോലെ അവിടെ ഒരു കംപ്ലൈന്റും കൊടുത്തിട്ടില്ല. ഈ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ എന്തായിരുന്നു സംഭവിച്ചത്? പിന്നീട് ഇല്ല, സിയാനെ അവിടെ കയറ്റിയപ്പോഴും ഞങ്ങൾ ഇങ്ങനെ പോരുന്നു. അപ്പോഴത്തേക്ക് അച്ഛനും ഇവരെല്ലാം അങ്ങോട്ട് ചെന്ന്. ഈ SIയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും അതുൽ സാറിന്റെ ഭാഗത്ത് എന്റെ മുമ്പിൽ വെച്ചൊന്നും ഉണ്ടായിട്ടില്ല. ഇല്ല. ഇല്ല.
ഈ പരാതി ആർക്കായിരുന്നു അന്ന് കൊടുത്തത്? അതുലിനായിരുന്നോ അതോ ശ്രീജിത്തിന്റെ കയ്യിലാണോ പരാതി കൊടുത്തത്? അതുൽ സാറിന്റെ കയ്യിലായിരുന്നു പരാതി. ആ സമയത്ത് അതൊരു ഡ്യൂട്ടിയിലുണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾ പോയ സമയത്തില്ലായിരുന്നു. ഞങ്ങൾ FIR എഴുതിക്കൊണ്ട സമയത്തായിരുന്നു സാർ വന്നത്. ഇവരെ ആരെങ്കിലും മുൻ പരിചയമുണ്ടോ? എനിക്ക് അതുൽ സാറിനെ പറഞ്ഞിരുന്നു, പക്ഷേ പോലീസ് മർദ്ദിച്ചു. മർദ്ദിക്കുന്നത് താൻ കണ്ടു എന്നതാണ് പെൺകുട്ടി പറയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ സിയാദിന്റെ കുടുംബത്തിന്റെ ആരോപണം ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് പരാതിക്കാരിയായ പെൺകുട്ടിയും കാര്യങ്ങൾ തുറന്നു പറയുന്നത്. എന്തായാലും ഈ ആരോപണത്തിൽ മർദ്ദനമുണ്ടായോ എന്ന് പരിശോധിക്കും എന്നതാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞത്. യുവാവിന്റെ മരണം ഹെപ്പറ്റൈറ്റിസ് മൂലമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുള്ളത്. വിഷയത്തിൽ DGPയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എന്ന് ആഭ്യന്തരമന്ത്രി പറയുന്നു. സിയാദിന്റെ കാര്യത്തിൽ കസ്റ്റഡി മർദ്ദനം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക കൂടി ചെയ്യും ഈ അന്വേഷണങ്ങളുടെ ഭാഗമായി എന്നതാണ് മന്ത്രി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്തായാലും ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണമാകും നടക്കുക എന്നാണ് കൊല്ലം റൂറൽ SP ഷാജി സുഗുണൻ പറഞ്ഞത്. പോലീസിന് വീഴ്ച സംഭവിച്ചോ എന്ന് അന്വേഷണത്തിലൂടെ മാത്രമേ വ്യക്തമാകൂ എന്ന് അദ്ദേഹം പറയുന്നു. പോലീസ് വാഹനത്തിനുള്ളിൽ മർദ്ദനമുണ്ടായോ എന്ന് പരിശോധിക്കുമെന്നും റൂറൽ SP പറഞ്ഞു. ഈ വാഹനത്തിലാണ് മർദ്ദിച്ചത് എന്നത് ഈ പരാതിക്കാരിയായ പെൺകുട്ടി പറയുന്നുണ്ട്. കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുവന്നതിന് ശേഷം മർദ്ദനമുണ്ടായില്ല. സ്റ്റേഷനിലാണ് എങ്കിൽ CCTV ദൃശ്യങ്ങളിൽ അത് കാണുമായിരുന്നു. പക്ഷെ അവിടെയല്ല, വാഹനത്തിനുള്ളിൽ വെച്ചാണ് ഈ മർദ്ദനമുണ്ടായത് എന്നതാണ് കുടുംബം ആരോപിക്കുന്നത്. അതുതന്നെയാണ് ഈ പെൺകുട്ടിയും ശരിവെക്കുന്നത്. എന്തായാലും CCTV ദൃശ്യങ്ങളിൽ മർദ്ദനം നടന്നതായി കണ്ടെത്താനായിട്ടില്ല എന്ന് SP വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. സിയാദിന്റെ ശരീരത്തിൽ എവിടെയും ആഴത്തിലുള്ള മുറിവുകളില്ല. ഹൃദയത്തിന് പറ്റിയ അണുബാധയാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിവരം എന്നതാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഡോക്ടർ നൽകിയ വിവരങ്ങളാണ് തങ്ങൾ പറയുന്നതെന്നും കൂടുതൽ അന്വേഷണത്തിലൂടെ കാര്യങ്ങൾ പുറത്തുവരും എന്നതാണ് SP ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ പറയുന്നത്. അതേസമയം സിയാദിന്റെ മരണം ഒരു രാഷ്ട്രീയ ആരോപണമായും മാറുന്നുണ്ട്. ലീഗിനെതിരെ അതിരൂക്ഷ വിമർശനവുമായിട്ടാണ് KT ജലീൽ രംഗത്ത് വന്നത്. അഭിനവ സമുദായ പ്രേമികൾ നിത്യനിദ്രയിലാണ്ടോ എന്ന ഒരു ചോദ്യത്തോടു കൂടിയാണ് അദ്ദേഹം ഈ വിഷയത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. കുണ്ടറയിൽ ഒരു യുവാവിനെ കള്ളക്കേസിൽ പ്രതിയാക്കി പോലീസ് തല്ലിക്കൊന്നു. ലീഗുകാരെ, ജമാഅത്തെ ഇസ്ലാമിക്കാരെ ഞമ്മന്റെ സർക്കാർ ഭരിക്കുമ്പോൾ ഞമ്മന്റെ ആളെയാണ് നിഷ്കരുണം കൊന്നത്. ഇതെങ്ങാനും LDF കാലത്താണ് നടന്നിരുന്നതെങ്കിൽ എന്തൊക്കെയാകും നടന്നിട്ടുണ്ടാവുക എന്നൊരു ചോദ്യമാണ് KT ജലീൽ ചോദിക്കുന്നത്. പിണറായിയുടെ പോലീസ് ഒരു മുസ്ലിമിനെ തല്ലിക്കൊന്നെന്നും പറഞ്ഞ് ലീഗും യൂത്ത് ലീഗും റോഡിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ടാകുമോ എന്ന് KT ജലീൽ ചോദിക്കുന്നു. ഇപ്പോൾ ആർക്കും ഒരു പരാതിയുമില്ല. ഞമ്മന്റെ സർക്കാർ ഞമ്മന്റെ ആളെ തല്ലിക്കൊന്നാൽ നിങ്ങൾക്കെന്താ മാസിസ്റ്റേ എന്ന ഭാവത്തിലാണ് ലീഗുകാർ എന്ന് പരിഹസിക്കുകയാണ് KT ജലീൽ ചെയ്തത്. എല്ലാവരും ഉറക്കത്തിലാണ്. ഗുഹാവാസികളെ പോലെ അടുത്ത LDF സർക്കാർ വന്നാലേ ലീഗും ലീഗിന്റെ ശിങ്കിടികളും ഉറക്കമുണരൂ എന്നതാണ് KT ജലീൽ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഉയർപ്പിനായി കാത്തിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ സർക്കാർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഉൾപ്പെടെ ആവശ്യപ്പെട്ടിരുന്നു. കർശന നടപടികളിലൂടെ എത്രയും പെട്ടെന്ന് മുഴുവൻ കുറ്റവാളികളെയും നിയമത്തിന് മുന്നിലെത്തിക്കാൻ സർക്കാർ തയ്യാറാകണം എന്നതാണ് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത്. അതിന് പിന്നാലെയാണ് ലീഗിനെതിരെ KT ജലീൽ രംഗത്തെത്തുന്നതും. ഇപ്പോൾ എന്തായാലും വിഷയത്തിൽ ആഭ്യന്തരമന്ത്രി ഇടപെട്ട് DGPയോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. 2 കുട്ടികളെ കാണാനില്ല എന്നൊരു പരാതിയിലാണ് പോലീസിന്റെ ഇടപെടലുണ്ടാകുന്നത്. പോലീസ് അത്തരം വിഷയങ്ങളിൽ ഇടപെടണം, അന്വേഷിക്കണം. പക്ഷേ സംശയത്തിന്റെ പേരിൽ മാത്രം കസ്റ്റഡിയിൽ എടുത്ത ഒരാളെ വാഹനത്തിൽ വെച്ച് അന്യായമായി മർദ്ദിക്കുന്നത് നീതീകരിക്കാനാകുന്നതല്ല. പത്തനംതിട്ടയിൽ സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയത് ഫേസ്ബുക്ക് ലൈവിലൂടെ ചോദ്യം ചെയ്ത ഒരു കിഡ്നി രോഗിയായ യുവാവിനെ പോലീസ് മർദ്ദിച്ച് അവശനാക്കിയെന്ന ഒരു പരാതി ഇപ്പോൾ ഉയരുന്നുണ്ട്. പത്തനംതിട്ട സീതത്തോട് സ്വദേശി അനിൽകുമാറിനെയാണ് പോലീസ് മർദ്ദിച്ചു എന്ന പരാതി ഉയരുന്നത്. രോഗിയാണെന്ന് അറിയിച്ചിട്ടും മരുന്ന് പോലും കഴിക്കാൻ സമ്മതിച്ചിട്ടില്ല എന്നതാണ് പരാതി. നമുക്കറിയാം, ഈ സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം തൂഫാൻ ഉൾപ്പെടെ ജനപ്രിയ പരിപാടികളുമായി മുന്നോട്ടു പോകുന്നതായിരുന്നു ആഭ്യന്തര വകുപ്പ്. ആ ആഭ്യന്തര വകുപ്പിന് കളങ്കമാണ് ഇത്തരം പോലീസ് നടപടികൾ. എന്തായാലും വിശദമായ അന്വേഷണം നടക്കണം. കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാവുകയും വേണം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.